ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞങ്ങളിന്ന് യാത്ര പോകുന്നത് തിരുവനന്തപുരത്ത് തന്നെ ഏകദേശം ഒരു 40 കിലോമീറ്റർ, തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് 40-45 കിലോമീറ്റർ വരെ ഉണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് പിന്നെ പറയാം. വേണ്ടി ഇവിടെ നേരെ വിതുര വഴി, നെടുമങ്ങാട് വിതുര വഴി നമ്മൾ പൊന്മുടി യാത്രയിലാണ്. പൊന്മുടി ടോപ്പ് എത്തുന്നത് വരെയുള്ള ഏകദേശം 22 ഹെയർപിൻ വളവുകളാണ് ഇവിടെ ഉള്ളത്. ആ വളവിലൂടെയാണ് ഞങ്ങളുടെ യാത്ര പോകുന്നത്. ഏകദേശം ആയി തുടങ്ങി. നല്ലൊരു യാത്രയിൽ നിങ്ങളെ ഞങ്ങൾ കൂട്ടുന്നു. ഞങ്ങൾ കുടുംബസമേതം ആണ് ഞങ്ങളിവിടെ നിന്ന് യാത്ര തിരിച്ചത്. അപ്പം ഇവിടെ നിന്ന് പൊന്മുടി എത്തുന്നത് വരെ ഏകദേശം പൊന്മുടി വരെ 18 കിലോമീറ്റർ വരെ, 22 കിലോ വിതുരയിൽ നിന്ന് 20 കിലോമീറ്റർ വരുന്നത്. ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഒരിക്കൽ കൂടി ശ്രീ ക്രിയേഷൻസിൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ആദ്യത്തെ വീഡിയോ തന്നെ വളവ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ബോർഡ് ഉണ്ടായിരുന്നാണ്, എല്ലാത്തിനും ബോർഡ് വെച്ചിരുന്നു. ഇപ്പോൾ ബോർഡൊന്നും കാണുന്നില്ല അവിടെ, അതെല്ലായിടത്ത് മാറ്റിയ അവസ്ഥയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഇതുവഴിയൊക്കെ മുന്നറിയിപ്പ് ബോർഡുകൾ പല സ്ഥലത്തും വെച്ചിട്ടുണ്ട്. ആനിമൽസ് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണെന്ന് ഇടയ്ക്ക് പോസ്റ്റ് ഉണ്ടായതിൽ ഞങ്ങൾ അറിഞ്ഞത് ഇവിടെ നിന്ന് വാർത്തയിലുണ്ടായിരുന്നു. ആന റോഡ് ക്രോസ് ചെയ്ത ആയിട്ട് ഒരു വീഡിയോ വന്നിരുന്നു. ഇപ്പം ഞങ്ങൾ പോകുന്ന വഴി തിക് ഫോറസ്റ്റ് വഴിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ അടുത്ത് കാണാൻ പറ്റുന്ന, നമ്മൾ കുളു, മണാലി ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. കാശ്മീരിലൊക്കെ സാധാരണക്കാർക്കൊന്നും ഓടി പോകാൻ പറ്റില്ല. ഇവിടെ നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് തന്നെ ബസ്സുണ്ട്, നെടുമങ്ങാട് വഴി പോകുന്ന ബസ്സുണ്ട്. ഇതേപോലെ നെടുമങ്ങാട് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ഓടിയെത്താവുന്ന ബസ് സർവീസ് ഉള്ളതാണ്. ഒരു സാധാരണ ഫോറസ്റ്റ് കാട്ടിലൂടെ പോകുന്ന ഒരു രീതി, നല്ല രസമാണ് കാണാൻ. ഇവിടെ വരുന്നവർ നേരിട്ട് വന്ന് തന്നെ കാണാൻ നോക്കുക. പിന്നെ റോഡിലോട്ടുള്ള ലിമിറ്റ് സ്പീഡ് 20-30 കിലോമീറ്റർ വേഗത ആ കണക്കിനെ പോകാവൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതിനനുസരിച്ച് ബോർഡ് പല സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുമ്പോഴേക്കും നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പ്ലാസ്റ്റിക് കുപ്പി, വരുന്ന സ്നാക്സൊക്കെ വാങ്ങിയിട്ട് വരുന്ന കവറുകൾ, അതൊന്നും ഈ കാട്ടിനുള്ളിലേക്ക് വലിച്ചെറിയാതിരിക്കാൻ. അതുപോലെ തന്നെ നമ്മൾ മൃഗങ്ങൾ പോകുന്നവരൊക്കെ വഴിയിലൊക്കെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. കുരങ്ങന്മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ആഹാരം കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ ഒന്നുകൊണ്ടല്ല, ഏറ്റവും കൂടുതൽ അക്രമാസക്തരാകുന്നത് അവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം കാട്ടിൽ നിന്ന് അവർക്ക് ആവശ്യത്തിനുള്ള കാട്ടിൽ നിന്ന് തന്നെ ഉണ്ട്. ഞാനിപ്പോൾ വയനാട് പോയ വഴിക്ക് അവിടെ കുരങ്ങന്മാർ റോഡിൽ നിന്ന് നോക്കിയപ്പോൾ സൈഡിൽ നിന്നവർ കരിങ്കുരങ്ങ്, കമ്മ്യൂണിസ്റ്റ് പച്ച, അത് പിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. വേറെ ആഹാരം കിട്ടാത്തതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ അവർക്കുള്ള ആഹാരം അവിടെ തന്നെ പ്രകൃതി തന്നെ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ അവർ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന കുരങ്ങനെ അതിനൊന്നും നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കൊടുക്കുമ്പോഴാണ് അവർ ഇവിടുത്തെ രുചി പറ്റാതെ വരുമ്പോൾ നമ്മളെ തേടി കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത്. ഇതാ ഉണ്ട് ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. പുറകെ വന്ന് വണ്ടി നിർത്തിയപ്പോൾ ജസ്റ്റ് കുരങ്ങ് പുറകെ വരുന്നുണ്ട്, ഞങ്ങളുടെ പുറകെ വരുന്നുണ്ടില്ല. അതേ തിരിച്ചു പോയി. ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് ശരിക്കും കുരങ്ങന്മാരുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കൊണ്ടുവന്ന ഒരു ഭക്ഷണവും സ്നേഹത്തിൻ്റെ പുറത്ത്
റോഡുകളൊക്കെ ശരി തന്നെയാണ്. മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ഇതുവഴിയൊക്കെ ആന അങ്ങനെയുള്ള വന്യജീവികളൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പല തവണയൊക്കെ. ഞങ്ങളിത് കട്ട് ചെയ്യുന്നില്ല, ഇത് ഈ ഹെയർപിൻ വളവുകൾ ഫുള്ള് എടുക്കുകയാണ്. വീഡിയോയിലൂടെ മുഴുനീളം. പിന്നെ ഞങ്ങൾ ഓവർ സ്പീഡിലല്ല പോകുന്നത്, അപ്പോൾ അതൊക്കെയാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. എന്നുവെച്ചാൽ സൈഡ് സീനൊക്കെ കണ്ട് പോകാൻ നല്ല രസമുണ്ട്. മൊബൈൽ കട്ട് ചെയ്തത്. അടുത്തൊരു വളവ് എത്തിയിട്ടുണ്ട്. ഓവർ സ്പീഡിൽ പോയാൽ നമുക്ക് നല്ല കാഴ്ചകളൊന്നും കിട്ടില്ല. ഇങ്ങനെ പതുക്കെ പോയാൽ മാത്രമേ ഇതിൻ്റെ കാഴ്ചകൾ ആസ്വദിച്ച് പോകാൻ പറ്റുകയുള്ളൂ. അതിപ്പോൾ നമ്മൾ 6ാമത്തെ ഹെയർപിൻ വളവായി. വളവായി ഇവിടെയൊക്കെ വരുമ്പോൾ നല്ല സൂക്ഷിച്ചൊക്കെ വണ്ടി എടുത്തില്ലെങ്കിൽ കയറി പോകാനും അപകടങ്ങൾ ഉണ്ടാവാനും എളുപ്പമായിരിക്കും. അതുകൊണ്ട് നമ്മൾ വരുന്ന യാത്രക്കാർ റോഡെല്ലാം സുരക്ഷിതമായി നല്ല രീതിയിൽ നോക്കിയതിനു ശേഷം മാത്രമേ വണ്ടി എടുത്തുകൊണ്ട് വരാവൂ. അതുപോലെ തന്നെ തിരിച്ച് വൈകുന്നേരം ഇറങ്ങുമ്പോൾ നമ്മളവിടെ 6 മണിയുടെ സമയം പറയുന്നത്, പൊന്മുടിയിൽ ഹിൽ ടോപ്പിലൊക്കെ 6 മണിയുടെ സമയം പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ അവിടുത്തെ നമ്മളെ റോഡിൽ വരുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് തന്നെ വരിക. ഇരുട്ട് സമയത്ത് എപ്പോഴാണ് ഒരു മൃഗം ചാടി നമ്മുടെ മുൻപിലിട്ട് വരിക എന്നൊന്നും അറിയില്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു യാത്ര തന്നെ ആയിരിക്കും, നമുക്ക് ഒരു അനുഭവം തന്നെയാണ് പൊന്മുടിയിലേക്കുള്ള യാത്ര. ഇവിടെ ഉച്ച സമയത്തൊക്കെ വരുന്നവർ ഒരു കാര്യം പ്രത്യേകം, ഇവിടെയെല്ലാം ആന ക്രോസിങ്ങിൻ്റെ ആ ഒരു സിമ്പിൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം ഈ ഭാഗത്തോട്ടൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതാണ്. അപ്പം സാധാരണ ശനി ഞായർ ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സഞ്ചാരികളിലൂടെ വരുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ആൾ കുറവായിരിക്കും. ഇത് കുറച്ച് നമ്മുടെ അടുത്തതിന് കുറേ വളവ് കഴിഞ്ഞു കേട്ടോ. ഇടയ്ക്ക് 6, 7 കഴിഞ്ഞത് 10ാമത്തെ വളവാണ്. പിന്നെ ഇവിടെ പല ഹോട്ടല് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഫോറസ്റ്റിൻ്റെ ഇത് വഴി നമുക്ക് ട്രക്കിങ്ങിനൊക്കെ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ കൊണ്ട് അവിടെയൊക്കെ പോകാവുന്നതാണ്. ചെറിയ തണുപ്പ് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകുന്നതോടെ നമുക്ക് നല്ല തണുപ്പ് കിട്ടും. ഒരു ചെറിയ രീതിയിലുള്ള വാട്ടർഫാൾസ് പോലെയാണ്. രണ്ടുപേരും ഒന്ന് കുളിക്കുന്നുണ്ട് അവിടെ. എന്തായാലും ഒരു 3 മണിക്ക് ശേഷം കോട ഇറങ്ങാൻ സാധ്യതയുണ്ട്. താഴെ വന്നപ്പോഴേ നല്ല തണുപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും അവിടെ ഇത് കോട ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നു.
അറിയാനാണ് പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ വീതിയൊക്കെ കൂട്ടി. നേരത്തെ ഇത്ര വീതി ഇല്ലാത്തത്. ഞങ്ങൾ ഈ പൊന്മുടിയിൽ വന്നു തുടങ്ങിയിട്ട് ഏകദേശം ഒരു 22 വർഷം വരെ ആവും. ഞങ്ങൾ ആദ്യം വരുന്നത് ഞങ്ങളുടെ സ്കൂട്ടറിലാണ്, ആക്റ്റീവയിലാണ് വരുന്നത്. അന്നും നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് തന്നെയാണ് വന്ന് യാത്ര കഴിഞ്ഞിട്ടൊക്കെ പോകുന്നത്. ഇപ്പോൾ 3 പേർക്ക് കൂടെ ടിക്കറ്റ് എടുത്തത് 160 രൂപയായി. കാർ ഉൾപ്പെടെ വരുന്നവർക്ക് 160 രൂപയാണ് നമ്മൾ 3 പേർക്കുള്ള ടിക്കറ്റ് ചാർജ് ആയത്. അപ്പോൾ അത് നമുക്ക് അവിടെ പോയിട്ട് തിരിച്ചിറങ്ങുന്നവരാ, സമയം പരിധിയൊന്നുമില്ല. ഇത്ര മണിക്കൂർ വേണം നമുക്ക് അവിടെ ചിലവഴിക്കാവുന്നതാണ്. കോടയുടെ കാര്യം സംശയമാണ്. വലിയതായിട്ട് മഞ്ഞ് ഇറങ്ങാൻ തോന്നുന്നില്ല. പ്രാർത്ഥിക്കാം, ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള അതിനുള്ള ഭാഗ്യവും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. സൈഡിലുള്ള കംപ്ലീറ്റ് ഗ്രാമ്പു കൃഷി ചെയ്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തേയില കൃഷിയൊക്കെ ഉണ്ട് കുറേ ഭാഗത്തൊക്കെ. കുറവാണിത്, എങ്കിലും കുറേ ഭാഗത്തൊക്കെ തേയിലയുടെ കൃഷിയുണ്ട്. മുകളിലോട്ടൊക്കെ പോകുമ്പോൾ അതിനുള്ള എല്ലാം കാണിച്ചു തരാം. വണ്ടിയൊക്കെ തിരിച്ചിറങ്ങുന്ന വെച്ചാൽ രാവിലെ വന്ന സഞ്ചാരികളാണ്. അവർക്ക് അവിടെ ഇപ്പോൾ ഉച്ച സമയത്ത് മഞ്ഞ് കാണുന്നത്. രാവിലെ വരുമ്പോൾ നല്ല മഞ്ഞുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഉച്ചയൊക്കെ ആകുമ്പം മഞ്ഞുകൾ അതിൻ്റെ അനുസരിച്ച് കുറയുന്നുണ്ട്. ഇവിടെ എല്ലാം ഇത് ആനയൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണിത്. അതുപോലെ കുരുമുളകൊക്കെ നട്ടിട്ടുണ്ട്. കുരുമുളക് വെച്ചാൽ നടുന്നതിൻ്റെ കാര്യം, കുരുമുളക്, കാപ്പി, തേയില ഇങ്ങനെയുള്ള നമുക്ക് ആവശ്യമുള്ള ഇതൊക്കെ നട്ടിക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഇതൊന്നും കാപ്പി അതേപോലെ ഗ്രാമ്പൂ കുരുമുളകൊന്നും മൃഗങ്ങളൊന്നും കടിച്ചെടുക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വയനാടൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇത് അവിടെ ചെയ്തിരുന്നത്. ഇവിടുത്തെ ഒരു ക്ഷേത്രമാണ് കറുപ്പുസ്വാമി ക്ഷേത്രം. ഇവിടെ ഇത് മറ്റേ ട്രൈബൽസിൻ്റെ അവരുടെ ഇതിൽ വരുന്ന ഒരു അമ്പലമാണിത്. മുകളിലൊക്കെ തേയിലയുടെ ആണ് കൃഷി ചെയ്തിട്ടുണ്ട്. സീസൺ ആകുമ്പോഴേക്കും മെയിൻ സീസൺ സമയത്തൊക്കെ ഇവിടെ നിറയെ റോഡിൽ കടകളൊക്കെ വരാറുണ്ട്. ഇപ്പം കടകളൊക്കെ താഴെ അമ്പലത്തിൻ്റെ ഒരു കടയുണ്ട്, അമ്പലത്തിൻ്റെ അടുത്ത്. ഇത്രയൊക്കെ ഉള്ളു. ഇപ്പം അല്ലെങ്കിൽ കുറവാണ്, ഇതെല്ലാം വേണ്ടി പൊളിച്ചിട്ടിരിക്കുന്നുണ്ട്. അടുത്ത 16ാമത്തെ വളവാണ്.
സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഒരു സ്കൂളാണ്. ആ സ്കൂളിൻ്റെ ഭാഗത്ത് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുലി ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. അവർ നമ്മളിവിടെ വന്നപ്പോൾ ഇത് ഈ സൈഡിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നത് അത് ഇവിടുത്തെ ട്രൈബൽസിന് ആൾക്കാർ പറഞ്ഞതാണ്. അത് ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയതാണ്. നല്ല വ്യൂ പോയിൻ്റൊക്കെയാണ്. ഇവിടെ ചില ദിവസങ്ങളിലൊക്കെ വരുമ്പോൾ ഇവിടെ നല്ല മഞ്ഞ് കൊണ്ട് നിറഞ്ഞ് നിൽക്കും. ചേച്ചി പേരൊക്കെ ഇല്ലേ കഴിഞ്ഞ? ഓ അങ്ങനെയാണ്. ഒരു കിലോ പച്ച പഴുത്തതാ. ഞങ്ങളിപ്പോൾ ഇവിടെ പൊന്മുടി പോകുന്ന വഴിക്ക് ഒരു അമ്മയുടെ കടയാണ്. അമ്മയുടെ കടയിൽ നമ്മൾ മാങ്ങ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഇത് 1 കിലോ 60 രൂപയെന്ന് പറഞ്ഞു. വേറെ ഒരു ടൈപ്പ് മാങ്ങയുണ്ട്, അതും വാങ്ങിച്ചാൽ അതും 60 തന്നെയാണ്. വാങ്ങിച്ചാൽ ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങൾ മുകളിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാമ്പ ഉപ്പിലിട്ടത്, മാങ്ങ, നെല്ലിക്ക, വലിയ മാങ്ങ ഒന്നുകൂടെ ഇട്ടത് എല്ലാം ഉണ്ട്. നമ്മുടെ പേരെന്താണ്? കനകമ്മ. ഇവിടുത്തെ 19ാമത്തെ വളവ്. 19ാമത്തെ അടവല്ല, വളവാണ്. അടുത്തിനി റോഡിൽ തന്നെ പേരമരമൊക്കെ നിൽപ്പുണ്ട്. അവിടെ നല്ല പേരയ്ക്ക ഉണ്ടായിരുന്നു. ഞാൻ താഴെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത ഒരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ ഒരു 4-5 കടകളൊക്കെ ഉണ്ട്. തേയില ഫാക്ടറി, പൊന്മുടി മെർക്കിൻസ്റ്റൺ പ്രീമിയം ടീ, അവരുടെ തോട്ടങ്ങളാണ് ഇതെല്ലാം. ഹിൽ ടോപ്പിൽ വലിയ ടോപ്പാണെന്ന് കാണുന്നത്, അത് കാണാൻ പറ്റില്ല. അടുത്തൊരു വളവാണ്. ഇവിടെയൊക്കെ കയറുമ്പോൾ നമ്മൾ മാക്സിമം നോക്കി കയറില്ലെങ്കിൽ വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കാൻ. തിരക്കുള്ള സമയത്ത്, ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് തിരക്ക് കുറവാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ശക്തി ചൈതന്യമായിരിക്കാം. ഇത് ശിവൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്, ഭഗവാന്റെ പ്രതിഷ്ഠയിലാണ്. ഇവിടെ അവർ എല്ലാ അതുമുതൽ ഗുരുവും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഗുരു ദേവി എല്ലാവരും ഉണ്ട് ആ ക്ഷേത്രത്തിൽ. നമ്മൾ ഈ കാണുന്ന സ്പോട്ട്, ഇവിടെ നല്ല ഈ ബോർഡ് നിൽക്കുന്നിട്ട് ഇപ്പുറത്താണ് ഞങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ കാറോട് നിർത്തിയിട്ട് ഇവിടെ തന്നെ ഞങ്ങൾ ആഹാരം കഴിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഇപ്പോൾ വന്നെങ്കിൽ 2 മണി കഴിഞ്ഞു ഇവിടെ എത്തിയപ്പോൾ ഉച്ചയ്ക്ക്. ഇനിയിപ്പോൾ അവിടെ സ്പോട്ടിൽ പോയിട്ട് ആഹാരം കഴിക്കാൻ വിചാരിച്ചു. ഇവിടെയാണ് ഞങ്ങളുടെ സ്ഥിരം പ്ലേസ്. അതുപോലെ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് നിങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ആഹാരം കൊണ്ടുവരികയായിരിക്കും നല്ല. അല്ലെങ്കിൽ താഴെ വിതിരെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നോ അല്ലെങ്കിൽ
കല്ലാറ് വന്നു കഴിഞ്ഞാലും കല്ലാറിൽ നിന്നും ആഹാരങ്ങളൊക്കെ വാങ്ങിക്കാൻ അവിടെ നിന്ന് കഴിക്കാൻ പറ്റും. അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട്. മീൻമുട്ടി വാട്ടർഫാൾസിൻ്റെ അടുത്തൊക്കെ തന്നെ നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട്. നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടലുകളാണ്. അവിടെ വന്നാൽ അവിടെ നിന്ന് കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇത് പൊതിഞ്ഞ് കൊണ്ടുവരേണ്ടി വരും. നമ്മളിപ്പോൾ പൊന്മുടി പോകുന്നത് കാണുന്നതാണ്. അവിടുന്ന് ഈ ഇപ്പുറത്തെ ഒരു സൈഡിൽ ഒരു കാണുന്നത് ഇവിടുന്ന് ക്ലിയർ ഇല്ല, ഹിൽ ടോപ്പ് എന്ന് പറയും. അതിൻ്റെ അവിടെയാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ അവിടെയാണ് കറക്റ്റ് പൊന്മുടി എന്ന് പറഞ്ഞ സ്ഥലം. ഞങ്ങളിപ്പോൾ താഴെ ഏറ്റവും താഴെ നിൽക്കുകയാണ്. ഇവിടുത്തെ കടകളാണ് ഇത്. ഇവിടെയും നല്ലതുപോലെ കോട ഇറങ്ങുന്ന സ്ഥലമാണ്. മറ്റേ തേയിലത്തോട്ടമൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ നല്ല രസമാണ് കാഴ്ച കാണാം. വൈകുന്നേരമൊക്കെ വരുമ്പോൾ നല്ല മഞ്ഞിറങ്ങുന്നുണ്ട്. ഇപ്രാവശ്യം വലിയ പ്രതീക്ഷയില്ല, കോട ഇറങ്ങാൻ സാധ്യതയില്ല. എല്ലായിടത്തും വെയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും എല്ലാം ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയോട് കൂടി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ 22ാമത്തെ വളവ് ഇതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ വളവ് വെച്ചാൽ ഇതാണ്. ബാക്കിയുള്ളതൊക്കെ ചെറിയ വളവുകളാണ്. ഇവിടെയാണ് നല്ല സൂക്ഷിച്ചില്ല എങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന വഴിയിൽ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓൺലൈൻ വഴി നിങ്ങൾ സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ ഒരേ ഒരു കാര്യം കൂടെ പ്രത്യേകം പറയുന്നുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ച് ഇവിടെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പൊന്മുടിയിൽ തന്നെ സ്റ്റേഷനുണ്ട്. ഇപ്പോൾ നല്ല പെറ്റിയും കിട്ടും, അവരെ പിടിച്ച് അകത്തിടുകയും ചെയ്യും. അതുകൊണ്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊന്മുടി വരുമ്പോൾ ബൈക്കിലാണെങ്കിൽ പോലും മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊന്മുടിയിൽ വരുന്നവർക്ക് ഇവിടെയാണ് ഒരു റെസ്റ്റോറൻറ്റ്. അതോടൊപ്പം തന്നെ ബാത്റൂമിൻ്റെ സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലം തന്നെയാണ് പൊന്മുടി. ഇന്നിപ്പോൾ വന്നിട്ടുള്ള സഞ്ചാരികളൊക്കെ നിരാശരായി മടങ്ങുന്ന ഒരു കാഴ്ചയാണ്. ചെറിയ രീതിയിലെങ്കിലും ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ കോട ഇറങ്ങും. ഇപ്പോൾ വൈകുന്നേരം എന്തായാലും ഞങ്ങൾ വൈകുന്നേരം ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ. വൈകുന്നേരം വരെ ഞങ്ങളിവിടെ ഉണ്ടാവും. പൊന്മുടി ഞങ്ങൾ വർഷങ്ങളായി വരുന്നത് ഞങ്ങൾക്ക് അറിയാം. ഏത് സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്നുള്ളത്, കോട ഇറങ്ങുന്നതെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ കുറച്ച് നേരം കൂടെ നിന്നിട്ട് പോകുന്നുള്ളൂ.